ക്രിസ്തുവിനെ അനുഗമിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് നേരിടേണ്ടി വരുന്ന വെല്ലുവിളികൾ എന്തൊക്കെയാണ്? അങ്ങനെ അനുഗമിച്ചതുകൊണ്ട് എന്താണ് പ്രയോജനം? ആത്മാർത്ഥമായി ക്രിസ്തുവിനെ അനുഗമിക്കുന്നവർ ഇന്നുമുണ്ടോ? ജീവസന്ദേശം ബൈബിൾ പഠന ക്ലാസ്സിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ക്രിസ്തുവിനെ അനുഗമിക്കുക എന്നത് വെറുമൊരു വികാരത്തിൻ്റെ അടിസ്ഥാനത്തിൽ എടുക്കാവുന്ന ഒരു തീരുമാനമല്ല, മറിച്ച് വലിയ വില കൊടുക്കേണ്ടുന്ന ഉന്നതമായൊരു ആത്മീയ വിളിയാണ്. തന്നെ അനുഗമിക്കുവാൻ ആഗ്രഹിച്ചവരോട് ആ തീരുമാനത്തിൻ്റെ ഗൗരവത്തെക്കുറിച്ചും ജീവിതത്തിൽ നൽകേണ്ട മുൻഗണനകളെക്കുറിച്ചും വിശ്വാസത്തിൻ്റെ ആഴത്തെക്കുറിച്ചും കർത്താവ് വ്യക്തമായി സംസാരിക്കുന്നു. ക്രിസ്തുവിൻ്റെ വിളിയുടെ ഔന്നത്യം യഥാർത്ഥമായി തിരിച്ചറിയുന്ന ഒരാൾക്ക് അതിനായി നൽകേണ്ടി വരുന്ന ഏതൊരു വിലയും നിസ്സാരമാണെന്ന് ബോധ്യപ്പെടും. മത്തായി എഴുതിയ സുവിശേഷം 8-ാം അധ്യായം 19 മുതൽ 9-ാം അധ്യായത്തിൻ്റെ 13 വരെയുള്ള വാക്യങ്ങൾ. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 5, 6, 7 അധ്യായങ്ങളിലെ ഉന്നതമായ വിഷയങ്ങൾ സാധാരണ മനുഷ്യർക്ക് ചെയ്യുവാൻ കഴിയുന്നതല്ല എന്നൊരു ചിന്ത ആർക്കുമുണ്ടാകാം. എന്നാൽ അവ അനുസരിക്കുവാനുള്ള ശക്തി എവിടെയാണ് ലഭ്യമായിരിക്കുന്നത് എന്നത്രേ മത്തായി എഴുതിയ സുവിശേഷം 8, 9 അധ്യായങ്ങളിൽ വിവരിച്ചിരിക്കുന്ന 12 ക്രിസ്തു ചെയ്ത 12 അത്ഭുതങ്ങളിലൂടെ നമ്മോട് പറയുന്നത്. 8-ാം അധ്യായത്തിൻ്റെ 18-ാം വാക്യം വരെ നാം ചിന്തിച്ചല്ലോ. തുടർന്ന് യേശു അക്കരയ്ക്ക് പോകുവാൻ തയ്യാറായപ്പോൾ ഒരു മനുഷ്യൻ അവനെ സമീപിച്ചതായി നാം കാണും. 8-ാം അധ്യായത്തിൻ്റെ 19-ാം വാക്യത്തിൽ, അന്ന് ഒരു ശാസ്ത്രി അവൻ്റെ അടുക്കൽ വന്ന്, ഗുരു, നീ എവിടെ പോയാലും ഞാൻ നിന്നെ അനുഗമിക്കാമെന്ന് പറഞ്ഞു. ഈ അത്ഭുതമെല്ലാം കണ്ടു കഴിഞ്ഞപ്പോൾ, ഈ പഠിപ്പീരൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ ഒരു ശാസ്ത്രി അവൻ്റെ കൂടെ കൂടുവാൻ തീരുമാനിച്ചു. ഈ ശാസ്ത്രി ഒരു യുവാവായിരിക്കാനാണ് സാധ്യത. കാരണം പ്രായമുള്ളൊരു വ്യക്തി ഇങ്ങനെ ഇടപെടുവാനുള്ള സാധ്യത കുറവാണ്. ഈ ശാസ്ത്രി യേശുവിനെ അനുഗമിക്കണോ വേണ്ടായോ എന്നുള്ള തീരുമാനമെടുക്കുവാൻ കഴിയാത്തവനായി ആൾക്കൂട്ടത്തിനിടയിൽ നിൽക്കുകയായിരുന്നിരിക്കും. ചുറ്റും നടക്കുന്ന സംഭവങ്ങളൊക്കെ കണ്ടിട്ട് എന്ത് ചെയ്യണമെന്നറിയാതെ അവൻ കുഴങ്ങി. ഉടനെ യേശു അക്കരയ്ക്ക് പോകുന്നതിനായി തയ്യാറാകുന്നതായി അവൻ കണ്ടു. യേശുവും തൻ്റെ ശിഷ്യന്മാരും പടകിനടുത്തേക്ക് നീങ്ങുകയായിരുന്നു. അതുകൊണ്ട് തന്നെ ആ ശാസ്ത്രിക്ക് തൻ്റെ തീരുമാനം പെട്ടെന്ന് എടുക്കേണ്ടിയിരുന്നു. യേശു പോവുകയാണല്ലോ. അങ്ങനെ അവൻ ആൾക്കൂട്ടത്തിൽ നിന്നും പുറത്തു വന്നു. അവൻ യേശുവിൻ്റെ മുമ്പിൽ മുട്ടുകുത്തി. എന്നിട്ട് യേശുവിനോട് പറഞ്ഞു, നീ എവിടെ പോയാലും ഞാൻ നിന്നെ അനുഗമിക്കാം എന്ന്. ആ ശാസ്ത്രി തീരുമാനം എടുത്തു കഴിഞ്ഞിരുന്നു. യേശു അവനെ നോക്കി ഒട്ടും കൂസാതെ ഇപ്രകാരം പറഞ്ഞു. 20-ാം വാക്യത്തിൽ യേശു അവനോട്, കുറുനരികൾക്ക് കുഴികളും ആകാശത്തിലെ പറവകൾക്ക് കൂടുകളുമുണ്ട്, മനുഷ്യപുത്രനോ തല ചായ്പാൻ ഇടമില്ല എന്ന് പറഞ്ഞു. വാസ്തവത്തിൽ യേശു അവനോട് പറഞ്ഞത്, സ്നേഹിത, നിങ്ങളുടെ ഈ തീരുമാനത്തിന് കൊടുക്കേണ്ട വില നിങ്ങൾക്കറിയാമോ? നീ ഇറങ്ങിത്തിരിച്ചാൽ ഉണ്ടാകുന്ന ഭവിഷ്യത്തുകളെക്കുറിച്ച് നീ ചിന്തിച്ചിട്ടുണ്ടോ? നമ്മുടെ കർത്താവ് ഈ ഭൂമിയിലായിരുന്നപ്പോൾ തനിക്കുണ്ടായിരുന്ന ദാരിദ്ര്യത്തെയാണ് അവനിവിടെ വെളിപ്പെടുത്തുന്നത്. ഈ യുവാവ് തൻ്റെ ഹൃദയത്തിൻ്റെ ആഗ്രഹം തുറന്നു വെച്ചു. യേശുവും തൻ്റെ ഹൃദയം തുറന്ന് അവനോട് സംസാരിച്ചു. ക്രിസ്തു ആ യുവാവിനോട് സംസാരിച്ചത് എൻ്റെ ഭാവനയിൽ ഇപ്രകാരമാകാനാണ് സാധ്യത. കുഞ്ഞേ, എന്നെ അനുഗമിക്കുക എന്ന് പറഞ്ഞാൽ നീ അതിന് വില കൊടുക്കേണ്ടി വരും. നാം ഒരു സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ 5 നക്ഷത്ര ഹോട്ടലുകളിൽ ആരും നമുക്ക് താമസം ക്രമീകരിക്കില്ല മോനെ. കയറി ഒന്ന് കിടക്കുവാൻ ഒരിടം ലഭിച്ചു എന്ന് വരില്ല. കുറുനരികൾക്ക് കുഴികളും ആകാശത്തിലെ പറവകൾക്ക് കൂടുകളുമുണ്ട്, മനുഷ്യപുത്രനോ തല ചായ്പാൻ ഇടമില്ല. ഇത് കേട്ടാൽ ഏത് യുവാവാണ് പിന്നെ അവനെ അനുഗമിക്കുന്നത്?
ഈ യുവാവ് ക്രിസ്തുവിനെ അനുഗമിച്ചോ എന്ന് നമ്മോട് പറഞ്ഞിട്ടില്ല. അവൻ യേശുവിനെ അനുഗമിച്ചു എന്നാണ് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ളത്. പക്ഷേ ഇവിടെങ്ങും അത് പറയുന്നില്ല. 21-ാം വാക്യത്തിൽ വേറൊരു സംഭവം. ശിഷ്യന്മാരിൽ വേറൊരുത്തൻ അവനോട്, കർത്താവേ, ഞാൻ മുമ്പേ പോയി എൻ്റെ അപ്പനെ അടക്കം ചെയ്യുവാൻ അനുവാദം തരയണം എന്ന് പറഞ്ഞു. ഇവിടെ യേശുവിനെ അനുഗമിപ്പാൻ തീരുമാനിച്ച വേറൊരു യുവാവിനെ നാം കാണും. എന്നാൽ ആദ്യം തൻ്റെ അപ്പനെ അടക്കം ചെയ്യണമെന്നത്രേ അവൻ്റെ അപേക്ഷ. വളരെയധികം തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുള്ള ഒരു സംഭവം അത്രേ ഇത്. ഈ വന്ന യുവാവിൻ്റെ അപ്പൻ മരിച്ചു കിടക്കുകയായിരുന്നുവെന്നും ശവസംസ്കാര ശുശ്രൂഷയ്ക്കായി കുടുംബക്കാരെല്ലാം തയ്യാറെടുക്കുകയായിരുന്നുവെന്നുമുള്ളൊരു ധാരണയാണ് ഈ വാക്യത്തിൽ നിന്നും പലർക്കും ലഭിക്കുന്നത്. അങ്ങനെയുള്ള അവസരത്തിൽ ആ മനുഷ്യനോട് വളരെ കർക്കശമായിട്ടത്ര യേശു മറുപടി നൽകിയത് എന്നല്ലേ നിങ്ങൾ ധരിച്ചു വച്ചിരിക്കുന്നത്? 22-ാം വാക്യം നോക്കിയാൽ, യേശു അവനോട്, നീ എൻ്റെ പിന്നാലെ വരിക, മരിച്ചവർ തങ്ങളുടെ മരിച്ചവരെ അടക്കം ചെയ്യട്ടെ എന്ന് പറഞ്ഞു. ഈ വാക്യം കൊണ്ട് കർത്താവ് എന്താണ് അർത്ഥമാക്കിയത്? മരിച്ചവർക്ക് എങ്ങനെ മരിച്ചവരെ അടക്കം ചെയ്യാൻ കഴിയും? തൻ്റെ പിതാവിൻ്റെ മരണം വരെയും അവനെ സംരക്ഷിക്കേണ്ട ചുമതല തനിക്കുള്ളത് കൊണ്ട് വീട്ടിൽ നിന്നും വരുവാൻ സാധ്യമല്ല എന്നാണ് ഈ യുവാവ് പറഞ്ഞത്. തൻ്റെ അടുക്കൽ വന്ന യുവാവിനോട് ക്രിസ്തു പറഞ്ഞത് വേറെ ആരെങ്കിലുമോ, അപ്പൻ തന്നെയോ അപ്പൻ്റെ സംരക്ഷണം ഏറ്റെടുക്കട്ടെ എന്ന് മാത്രമാണ്. ഇത് വളരെ നിർദ്ദയമായൊരു പ്രസ്താവനയാകുന്നുവെന്ന് പലർക്കും തോന്നിയേക്കാം. അങ്ങനെ ചിന്തിക്കുന്നത് സത്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരു തീരുമാനമെടുക്കുവാൻ യുവാവിനെ നിർബന്ധിക്കുക മാത്രമാണ് ക്രിസ്തു ചെയ്തതെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പനെയും അമ്മയെയും സംരക്ഷിക്കേണ്ട എന്നുള്ളതല്ല. തങ്ങളുടെ ജീവിതത്തിലെ ദൈവവിളി അനുസരിക്കുവാൻ പലർക്കും സാധിക്കാതിരിക്കുന്നത് ഇതുപോലെയുള്ള ഉപാധികൾ പറഞ്ഞ് പിമ്പോട്ടിരിക്കുന്നത് കൊണ്ടാണ്. ക്രിസ്തുവിന് പ്രഥമസ്ഥാനം കൊടുക്കുവാൻ അവൻ തയ്യാറാണോ? അങ്ങനെ തയ്യാറായെങ്കിൽ ഞാൻ ചിന്തിക്കുന്നത് യേശു അവനോട് പറഞ്ഞേനേയും, നീ പോയി നിൻ്റെ പിതാവിനെ അടക്കിയിട്ട് വരിക എന്ന്. വളരെ വർഷങ്ങൾക്ക് മുമ്പ് ഒരു യുവതി ദൈവവിളി വ്യക്തമായി മനസ്സിലാക്കി സുവിശേഷ വേലയ്ക്കായി ദൂരെ ഒരു സ്ഥലത്തേക്ക് പോയി. തൻ്റെ പ്രായമായ പിതാവിനെ തനിച്ച് വീട്ടിലാക്കിയിട്ടാണ് അവൾ പോയത്. അവൾ ചെന്ന സ്ഥലത്ത് വളരെ നല്ല പ്രവർത്തനം ചെയ്യുവാൻ അവൾക്ക് സാധിച്ചു. ചില വർഷങ്ങൾക്ക് ശേഷം അവൾ വീട്ടിലേക്ക് മടങ്ങി വന്നപ്പോൾ തൻ്റെ പിതാവ് തീരെ നിസ്സഹായ അവസ്ഥയിലായിരിക്കുന്നതാണ് കണ്ടത്. അദ്ദേഹത്തെ സംരക്ഷിക്കുവാൻ വേറെ ആരും ഉണ്ടായിരുന്നില്ല. തന്നെ ഒറ്റയ്ക്കാക്കിയിട്ട് പോയതിനെക്കുറിച്ച് അദ്ദേഹം മകളെ കുറ്റം പറയുകയും അവൾ യഥാർത്ഥ ക്രിസ്തു വിശ്വാസിയല്ല എന്ന് ആരോപിക്കുകയും ചെയ്തു. തൻ്റെ അപ്പൻ ക്രിസ്തുവിനെ കൈക്കൊണ്ടിട്ടില്ലാത്തൊരു വ്യക്തിയായിരുന്നതിനാൽ അവൾ വീട്ടിൽ താമസിക്കുന്നതിനും അപ്പനെ ശുശ്രൂഷിക്കുന്നതിനും തീരുമാനിച്ചു. അങ്ങനെ അവൾ അവനെ ശുശ്രൂഷിച്ചു കൊണ്ടിരുന്ന കാലത്ത് ആ പിതാവ് യേശുവിനെ രക്ഷകനായി സ്വീകരിച്ചു. തൻ്റെ ജീവിതത്തെ സംബന്ധിച്ച് ഓരോ തീരുമാനത്തിനും കർത്താവ് ആ യുവതിയെ നയിക്കുകയായിരുന്നു എന്നാണ് എൻ്റെ പൂർണ്ണമായ വിശ്വാസം. അവൾ ദൂരെ പോയതും പിന്നെ വീട്ടിൽ നിൽക്കാൻ തീരുമാനിച്ചതുമെല്ലാം ഈ കാര്യത്തിൽ വളരെ ഉറച്ചൊരു തീരുമാനം എടുക്കുന്നവർക്ക് മാത്രമേ ജീവിതത്തിൽ അനുഗ്രഹം പ്രാപിക്കുവാൻ സാധിക്കൂ എന്നാണ് ഈ സംഭവം നമ്മെ പഠിപ്പിക്കുന്നത്. 23-ാം വാക്യത്തിൽ നാം കാണുന്നു, അവൻ ഒരു പടകിൽ കയറിയപ്പോൾ അവൻ്റെ ശിഷ്യന്മാർ കൂടെ ചെന്നു. ഈ അധ്യായത്തിൽ വിവരിച്ചിരിക്കുന്ന 5-ാമത്തെ അത്ഭുത പ്രവൃത്തിയെക്കുറിച്ചാണ് നാം ഇനിയും ചിന്തിക്കുവാൻ പോകുന്നത്. ഇവിടെ ശാരീരികമായി സൗഖ്യമല്ല സംഭവിച്ചത് എന്ന് നാം കാണും. പിന്നെയോ പ്രകൃതിയെ സംബന്ധിക്കുന്ന ഒരു അത്ഭുതമാണ്. യേശുക്രിസ്തുവിൻ്റെ ശക്തിയാണ് ഇവിടെ പ്രകടമാക്കുന്നത്. ഞാൻ വിശ്വസിക്കുന്നത് ആദാമിന് തൻ്റെ അധികാരം നഷ്ടപ്പെടുന്നതിന് മുമ്പ്, അതായത് പാപം ചെയ്യുന്നതിന് മുൻപ് ഇതേ ശക്തി ഉണ്ടായിരുന്നു എന്നത്രേ. ഇപ്പോൾ ഒടുക്കത്തെ ആദാമായ യേശുക്രിസ്തുവിൽ ഈ പറഞ്ഞ അധികാരത്തിൻ്റെ പ്രകടനം നാം കാണും. എന്താണ് സംഭവം? 24-ാം വാക്യത്തിൽ, പിന്നെ കടലിൽ വലിയ ഓളമുണ്ടായിട്ട് പടക് തിരകളാൽ മുങ്ങുമാറായി, അവനോ ഉറങ്ങുകയായിരുന്നു. ഇത് സാധാരണയായ ഒരു കാറ്റായിരുന്നില്ല. ക്രിസ്തുവിൻ്റെ പരീക്ഷയെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ സാത്താൻ കുറേ കാലത്തേക്ക് അവനെ വിട്ടുപോയി എന്ന് നാം കാണുകയുണ്ടായല്ലോ. എന്ന് പറഞ്ഞാൽ സാത്താൻ നീണ്ട ഒരു കാലയളവിലേക്ക് യേശുവിനെ വിട്ടുപോയി എന്നർത്ഥമില്ല.
ഈ കൊടുങ്കാറ്റിൻ്റെ ഉത്ഭവം സാത്താന്യമായിരുന്നു എന്നാണ് ഞാൻ വ്യക്തിപരമായി വിചാരിക്കുന്നത്. കർത്താവിനെ തകർത്ത് കളയുവാൻ സാത്താൻ ചെയ്ത ഒരു പ്രയോഗമായിരുന്നു ഈ കൊടുങ്കാറ്റ്. പടക് തിരകളാൽ മുങ്ങുമാറായ അവസരത്തിലും നമ്മുടെ കർത്താവ് ശാന്തമായി ഉറങ്ങുകയായിരുന്നു. യേശുവിൻ്റെ മാനുഷിക വശം കാണിച്ചുകൊണ്ട് വിശുദ്ധ മത്തായി രേഖപ്പെടുത്തിയിരിക്കുന്ന അതിപ്രധാന ഭാഗങ്ങളിൽ ഒന്നത്ര ഇത്. ഭയങ്കരമായ കൊടുങ്കാറ്റിൻ്റെ മധ്യത്തിൽ പോലും ഉറങ്ങുവാൻ തക്കവണ്ണം യേശു ക്ഷീണമുള്ളവനായിരുന്നു. അന്ന് പകലത്തെ അധ്വാനം അവനെ അത്രമാത്രം ക്ഷീണിപ്പിച്ചു എന്ന് ചുരുക്കം. ക്ഷീണം നോക്കാതെ അവിടുന്ന് ആവശ്യത്തിലിരുന്നവരെ ശുശ്രൂഷിച്ചു. ഈ ഉറക്കം വേറൊരു കാര്യം കൂടി വെളിപ്പെടുത്തുന്നുണ്ട്. അതായത് എത്ര വലിയ കൊടുങ്കാറ്റിലും ശാന്തമായി ഉറങ്ങുവാൻ കഴിയുന്നവനാണ് നമ്മുടെ യേശു. എനിക്കത് സാധിക്കില്ല, നിങ്ങൾക്ക് സാധിക്കുമോ? കാറ്റുകളുടെ മധ്യത്തിൽ ഞാൻ ചഞ്ചലിച്ചു പോവുകയാണ് പതിവ്. ശിഷ്യന്മാരും അങ്ങനെ തന്നെ ചഞ്ചലിച്ചു പോയി. 25-ാം വാക്യത്തിൽ നാം കാണുന്നത്, അവർ അടുത്ത് ചെന്ന് കർത്താവേ രക്ഷിക്കണമേ, ഞങ്ങൾ നശിച്ചു പോകുന്നു എന്ന് പറഞ്ഞവനെ ഉണർത്തി. ശിഷ്യന്മാരുടെ വിശ്വാസം എത്രമാത്രം കുറവായിരുന്നു. യേശു ആ സാഹചര്യത്തെ എപ്രകാരമാണ് കൈകാര്യം ചെയ്തത് എന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടോ? 26-ാം വാക്യത്തിൽ അവൻ അവരോട്, അല്പവിശ്വാസികളെ, നിങ്ങൾ ഭീരുക്കൾ ആകുവാൻ എന്ത് എന്ന് പറഞ്ഞ ശേഷം എഴുന്നേറ്റ് കാറ്റിനെയും കടലിനെയും ശാസിച്ചപ്പോൾ വലിയ ശാന്തതയുണ്ടായി. കർത്താവ് ആദ്യം ശിഷ്യന്മാരെ ശാസിച്ചു, കാരണം അവരുടെ അല്പവിശ്വാസമായിരുന്നു ഇതിനൊക്കെ കാരണം. തുടർന്ന് അവൻ കാറ്റിനെയും കടലിനെയും ശാസിച്ചു. ലൂക്കോസ് തൻ്റെ സുവിശേഷത്തിൽ പറഞ്ഞിരിക്കുന്നത് യേശു കാറ്റിനെയും കടലിനെയും അമർത്തി എന്നാണ്. യേശുവിൻ്റെ നിയന്ത്രണത്തിൽ അവ ഉണ്ടായിരുന്നു. ശിഷ്യന്മാർ ഈ പ്രത്യേക സന്ദർഭത്തിൽ വളരെ കുറച്ച് മാത്രം വിശ്വാസമാണ് പ്രകടിപ്പിച്ചത് എന്നുള്ളത് സത്യമാണ്. എന്നാൽ പിന്നീടൊരവസരത്തിൽ ഇതേ ശിഷ്യന്മാരുടെ ജീവിതമാകുന്ന ചെറുപടകുകളിൽ പീഡനമാകുന്ന കൊടുങ്കാറ്റ് അഴിച്ചുവിട്ടതായി നാം വായിക്കുന്നുണ്ട്. ആ അവസരത്തിൽ അവരിൽ ഒരാൾ പോലും ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരമില്ലയോ എന്ന് നിലവിളിക്കുന്നതായി ഞാൻ കാണുന്നില്ല. അപ്പോസ്തലപ്രവൃത്തിയുടെ പുസ്തകം 4-ാം അധ്യായത്തിൻ്റെ 29-ഉം 30-ഉം വാക്യങ്ങൾ ഞാനൊന്ന് വായിക്കാം. അതൊരു ഉദാഹരണമാണ്. അവിടെ നാം വായിക്കുന്നു, ഇപ്പോഴോ കർത്താവേ അവരുടെ ഭീഷണികളെ നോക്കണമേ, സൗഖ്യമാക്കുവാൻ നിൻ്റെ കൈ നീട്ടുന്നതിനാലും നിൻ്റെ പരിശുദ്ധദാസനായ യേശുവിൻ്റെ നാമത്താൽ അടയാളങ്ങളും അത്ഭുതങ്ങളും ഉണ്ടാകുന്നതിനാലും നിൻ്റെ വചനം പൂർണ്ണ ധൈര്യത്തോടും കൂടെ പ്രസ്താവിപ്പാൻ നിൻ്റെ ദാസന്മാർക്ക് കൃപ നൽകണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുകയായിരുന്നു. അതായിരുന്നു അവർക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്രകാരത്തിലുള്ള ധൈര്യവും വിശ്വാസവും ഇന്ന് നമുക്ക് എത്രമാത്രം ആവശ്യമായിട്ടാണ് ഇരിക്കുന്നത് എന്ന് ഞാൻ പറയാതെ നിങ്ങൾക്കറിയാം. നാം കൊടുങ്കാറ്റിൽ സാക്ഷികളായിരിക്കേണ്ടതിന് പകരം അതൊരു ശാപമായി കണ്ട് മുറവിളി കൂട്ടുകയാണ്, അല്ലേ? പ്രശ്നത്തിൻ്റെ നടുവിൽ നാം ആകെ പതറിപ്പോവുകയാണ്. ക്രിസ്തുവിൻ്റെ ആജ്ഞയാൽ കാറ്റും കടലും ശാന്തമായ അന്തരീക്ഷത്തിൽ ഈ അത്ഭുതം ശിഷ്യന്മാരിൽ ഉളവാക്കിയ പ്രതികരണമെന്ന് ശ്രദ്ധിച്ച് 27-ാം വാക്യത്തിൽ, എന്നാറേ ആ മനുഷ്യർ അതിശയിച്ചു, ഇവൻ എങ്ങനെയുള്ളവൻ, കാറ്റും കടലും കൂടെ ഇവനെ അനുസരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു. പ്രമാണങ്ങൾ നൽകിയവൻ തന്നെ ഇവിടെ തൻ്റെ ശക്തിയും വെളിപ്പെടുത്തുന്നു. സകലത്തിന്മേലും നിയന്ത്രണമുള്ളവൻ അവൻ മാത്രമാകുന്നു. 6-ാമത്തെ അത്ഭുതം ഒരു ഭയങ്കരമായത് തന്നെയാണ്. ഇത് വിശദമായി പഠിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഇത് ഭൂതങ്ങളെ പുറത്താക്കുന്നത് സംബന്ധിച്ചുള്ള അത്ഭുതമാണ്. 28-ാം വാക്യത്തിൽ, അവൻ അക്കരെ ഗദരേന്യരുടെ ദേശത്തെത്തിയാറെ 2 ഭൂതഗ്രസ്തർ ശവക്കല്ലറകളിൽ നിന്ന് പുറപ്പെട്ടവനെ എതിരെ വന്നു. അവർ അത്യുഗ്രന്മാർ ആയിരുന്നതുകൊണ്ട് ആർക്കും ആ വഴി നടന്നുകൂടാഞ്ഞു. കർത്താവ് ഈ അത്ഭുതം പ്രവർത്തിക്കുന്നത് ഗദരദേശത്താണ്. ഇന്ന് ഈ സ്ഥലം അറിയപ്പെടുന്നത് ഗദരദേശമെന്നാണല്ലോ. ഗാദ് ഗോത്രത്തിൽ നിന്നുള്ളവരാണ് ഈ പറഞ്ഞ ദേശത്ത് പാർത്തിരുന്നത്. ഇസ്രായേലിലെ 12 ഗോത്രങ്ങൾക്ക് ദേശം വിഭജിച്ചപ്പോൾ ഗാദ് ഗോത്രം യോർദാൻ നദിയുടെ മറുകര നിന്നിരുന്നുവെന്ന് നാം പഠിക്കുന്നുണ്ട്. അത് ശരിയായ സ്ഥാനമായിരുന്നില്ല. അവർക്ക് എന്ത് സംഭവിച്ചു? അവർ പന്നി വ്യാപാരത്തിൽ ഏർപ്പെട്ടു.
ഓർക്കണം, ഒരു യഹൂദൻ ഒരിക്കലും ചെയ്യാതിരുന്നതായ ഒരു ഏർപ്പാടായിരുന്നു ഈ പന്നി വ്യാപാരം. ഒരിക്കൽ നിങ്ങൾ ദൈവത്തോട് അനുസരണക്കേട് കാണിച്ചാൽ അടുത്ത പ്രാവശ്യം ദൈവത്തോട് അനുസരണക്കേട് കാണിക്കാൻ അത്രമാത്രം നിങ്ങൾക്ക് പ്രയാസമുണ്ടായിരിക്കുകയില്ല എന്നൊരു പാഠം ഇതിലുണ്ട്. ആദ്യം 1 രൂപ മോഷ്ടിച്ചപ്പോൾ എന്തൊരു മനസാക്ഷിക്കുത്തായിരുന്നു. ഒരു രാത്രി ഉറങ്ങുവാൻ പോലും കഴിഞ്ഞില്ലല്ലോ. ഇന്ന് 1,00,000 രൂപ മോഷ്ടിച്ചാലും അതൊരു സാധാരണ സംഭവം പോലെ എത്ര പലരും കാണുന്നത്. തക്ക ന്യായങ്ങളുമുണ്ട്. വെളിപ്പെടുത്തിയ പാപത്തെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നില്ല എങ്കിൽ അധികം താമസിക്കാതെ താങ്കൾ ദൈവവഴികളിൽ നിന്നും ദൈവഹിതത്തിൽ നിന്നും പൂർണ്ണമായും മാറിപ്പോകുവാനിടയാകും. യേശു ഈ ദേശത്തെത്തിയപ്പോൾ ഭൂതം ബാധിച്ച 2 പേർ അവന് എതിരെ വന്നു. ഇവർ 2 പേരും അത്യുഗ്രന്മാരും അപകടകാരികളുമായിരുന്നു എന്ന് വായിക്കുന്നു. യേശു അവരുടെ അടുത്ത് വന്നപ്പോൾ അവർ നിലവിളിച്ചു, ഞങ്ങൾക്കും നിനക്കും തമ്മിൽ എന്ത്? സമയത്തിനു മുമ്പ് ഞങ്ങളെ ദണ്ഡിപ്പിപ്പാൻ ഇവിടെ വന്നുവോ എന്ന് പറഞ്ഞു. 29-ാം വാക്യത്തിൽ നാം കാണുന്നത്, അവർ നിലവിളിച്ചു, ദൈവപുത്ര, ഞങ്ങൾക്കും നിനക്കും തമ്മിൽ എന്ത്? സമയത്തിനു മുമ്പ് ഞങ്ങളെ ദണ്ഡിപ്പിപ്പാൻ ഇവിടെ വന്നുവോ എന്ന് പറഞ്ഞു. വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമത്രേ ഈ അത്ഭുതം നമ്മുടെ മുമ്പിൽ തുറന്നു തരുന്നത്. നിർഭാഗ്യവശാൽ ഈ വിഷയത്തെക്കുറിച്ച് വളരെ കുറച്ച് മാത്രമേ നമുക്കിന്ന് അറിയുകയുള്ളൂ. ഭൂതങ്ങളെക്കുറിച്ചുള്ള നമ്മുടെ അറിവ് പരിമിതമായതിനാൽ ഈ അത്ഭുത പ്രവൃത്തിയുടെ പ്രാധാന്യം മനസ്സിലാക്കുവാൻ അല്പം പ്രയാസമാണ്. യേശു പ്രവർത്തിച്ചിട്ടുള്ള അത്ഭുത പ്രവൃത്തികളിൽ ഏറ്റവും വലിയവ ഭൂതങ്ങളെ സംബന്ധിച്ചുള്ളവയാണെന്നത്രേ എൻ്റെ വ്യക്തിപരമായ വിശ്വാസം. 30-31 വാക്യങ്ങളിൽ നാം കാണുന്നത്, അവർക്കകലെ ഒരു വലിയ പന്നിക്കൂട്ടം മേഞ്ഞുകൊണ്ടിരുന്നു. ഭൂതങ്ങൾ അവനോട്, ഞങ്ങളെ പുറത്താക്കുന്നുവെങ്കിൽ പന്നിക്കൂട്ടത്തിലേക്ക് അയക്കണം എന്ന് അപേക്ഷിച്ചു. ഭൗതികമായി യാഥാർത്ഥ്യങ്ങളിലേക്ക് എത്തിപ്പെടുവാൻ എന്തുകൊണ്ടോ ഭൂതങ്ങൾ താല്പര്യപ്പെടുന്നു എന്നാണ് ഇത് കാണിക്കുന്നത്. വസ്തുമയമായ സാഹചര്യത്തിലായിരിക്കാൻ അവർക്ക് താല്പര്യമുണ്ടെന്ന് തോന്നുന്നു. പന്നിക്കൂട്ടത്തിൽ അധിവസിക്കുന്നത് പോലും അവയ്ക്ക് സംതൃപ്തി ഉണ്ടാക്കുന്ന കാര്യമായിരുന്നു എന്നല്ലേ വായിച്ചത്. 32-ാം വാക്യത്തിൽ നാം കാണുന്നത്, പൊയ്ക്കൊള്ളുവീൻ എന്ന് അവൻ അവരോട് പറഞ്ഞു. അവർ പുറപ്പെട്ട് പന്നികളിലേക്ക് ചെന്നു. ആ കൂട്ടമെല്ലാം കടുംതൂക്കത്തൂടെ കടലിലേക്ക് പാഞ്ഞു വെള്ളത്തിൽ മുങ്ങി ചത്തു. ഭൂതങ്ങൾ തങ്ങളിൽ വസിക്കുന്നതിനായി അനുവദിക്കുന്നതിനേക്കാൾ ചത്തുകളയുവാനാണ് പന്നികൾ തീരുമാനിച്ചത്. എന്നാൽ ദൈവസാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യനെ നോക്കൂ. ഇന്ന് അനേകരും ഭൂതബാധിതരാണ്. അലൗകികമായതിൻ്റെ ഒരു വ്യക്തമായ പ്രകടനം മോശയുടെ സമയത്തും ഏലിയാവിൻ്റെ സമയത്തും യേശുവിൻ്റെ പരസ്യ ശുശ്രൂഷയുടെ സമയത്തും നാം കാണുന്നുണ്ട്. സൂപ്പർ നാച്ചുറൽ പൈശാചിക പ്രവർത്തനങ്ങൾ വളരെയധികം വർദ്ധിച്ച് കാണപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലയളവിലാണ് ഇന്ന് നാം ജീവിക്കുന്നതെന്ന് മറക്കാതിരിക്കുക. നമുക്ക് ചുറ്റും വളരെയധികം നമുക്കിത് കാണുവാൻ സാധിക്കുന്നുണ്ട്. ആരാലും കീഴ്പ്പെടുത്തുവാൻ ഭൂതങ്ങൾ ആഗ്രഹിച്ചിരുന്നില്ല. ഇത് രസകരമായി തോന്നുന്നില്ലേ? ബന്ധനത്തിലാകുവാൻ അവർക്ക് താല്പര്യമില്ലായിരുന്നു. സ്വന്തം വാസസ്ഥലം വിട്ടുപോയ ദൂതന്മാർ എന്ന് യൂദായുടെ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്ന മറ്റ് ഭൂതങ്ങളെ ബന്ധനത്തിലാക്കിയിരുന്ന കാര്യം ഈ ഭൂതങ്ങൾ അറിഞ്ഞിരിക്കും. ഞാൻ അങ്ങനെ ചിന്തിക്കുന്നത്. ഈ ലോകത്തിൽ കഴിഞ്ഞുകൂടുവാനായിരുന്നു ഭൂതങ്ങളുടെ താല്പര്യം. 33-34 വാക്യങ്ങളിൽ നാം കാണുന്നത്, മേയ്ക്കുന്നവർ ഓടി പട്ടണത്തിൽ ചെന്ന് സകലവും ഭൂതഗ്രസ്തരുടെ വസ്തുതയും അറിയിച്ചു. ഉടനെ പട്ടണമെല്ലാം പുറപ്പെട്ട് യേശുവിന് എതിരെ ചെന്നു. അവനെ കണ്ടാറെ തങ്ങളുടെ അതിർ വിട്ടു പോകണമെന്ന് അപേക്ഷിച്ചു. ഇത് തികച്ചും വിചിത്രമായൊരു കാര്യമത്രേ. യേശുവിനേക്കാൾ അധികം ഈ ജനം ഇഷ്ടപ്പെട്ടിരുന്നത് പന്നികളെയാണ്. ഇത് ഗദരദേശത്തെ ആളുകളുടെ മാത്രം പ്രത്യേകതയല്ലെന്ന് ഓർത്തിരിക്കേണ്ടതാണ്. ഇന്നും യേശുവിനേക്കാൾ അധികം പന്നികളെ അല്ലെങ്കിൽ അതുപോലെയുള്ളവയെ സ്നേഹിക്കുന്നവരെയല്ലേ നാം കാണുന്നത്. 9-ാം അധ്യായത്തിൽ നാം കാണുവാൻ പോകുന്നത് യേശു 6 അത്ഭുതങ്ങൾ കൂടി ചെയ്യുന്നതാണ്. 8-ാം അധ്യായത്തിൽ 6 കണ്ടു. ഇനിയും 9-ൽ വേറെ 6 അത്ഭുതങ്ങൾ. തന്നെ അനുഗമിപ്പാൻ മത്തായിയെ അവൻ വിളിക്കുന്ന ആ സംഭവവും ഇവിടെ തന്നെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. പരീശന്മാരുമായി അവൻ വാദിക്കുന്നതായി ഈ അധ്യായത്തിൽ നാം കാണുന്നു. ഗലീലയിൽ തൻ്റെ ശുശ്രൂഷ അവൻ തുടരുന്നു. ഗിരിപ്രഭാഷണത്തിലൂടെ താൻ പ്രഖ്യാപിച്ച ധാർമ്മിക മൂല്യങ്ങൾ അതുപോലെ പ്രാവർത്തികമാക്കുവാനുള്ള കഴിവ് തനിക്കുണ്ടെന്ന് വെളിപ്പെടുത്തുന്ന
6 അത്ഭുതങ്ങളാണ് 8-ാം അധ്യായത്തിൽ നാം പഠിച്ചത്. ഇന്ന് പഠിക്കുന്ന ഭാഗത്തും ഇതേ ചിന്ത തുടരുന്നതാണ് നാം കാണുന്നത്. ഇവിടെയും രോഗസൗഖ്യം നൽകുന്നതും ഭൂതങ്ങളെ പുറത്താക്കുന്നതും നാം കാണും. 9-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ 2 വാക്യങ്ങളിൽ നാം വായിക്കുന്നത്, അവൻ പടകിൽ കയറി ഇക്കരയ്ക്ക് കടന്ന് സ്വന്തം പട്ടണത്തിലെത്തി. അവർ ചിലർ കിടക്കമേൽ കിടക്കുന്ന ഒരു പക്ഷവാതക്കാരനെ അവൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. യേശു അവരുടെ വിശ്വാസം കണ്ട് പക്ഷവാതക്കാരനോട്, മകനെ, ധൈര്യമായിരിക്കുക, നിൻ്റെ പാപങ്ങൾ മോചിച്ച് തന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. തന്നെ പുറന്തള്ളുവാൻ ശ്രമിച്ച ഗദരരുടെ ദേശം വിട്ട് യേശു കഫർന്നഹൂമിലേക്ക് മടങ്ങിപ്പോന്നു. അവിടെ ചിലർ കിടക്കമേൽ കിടക്കുന്ന ഒരു പക്ഷവാതക്കാരനെ അവൻ്റെ അടുക്കൽ കൊണ്ടുവന്നതിനെക്കുറിച്ചാണ് നാം വായിച്ചത്. യേശു അവരുടെ വിശ്വാസം കണ്ട് പക്ഷവാതക്കാരനോട്, മകനെ, ധൈര്യമായിരിക്കുക എന്ന് പറഞ്ഞു. ഈ സംഭവത്തെക്കുറിച്ച് വിശുദ്ധ മർക്കോസ് തൻ്റെ സുവിശേഷത്തിൽ നല്ല ഒരു വിവരണം നമുക്ക് നൽകുന്നുണ്ട്. മർക്കോസിൻ്റെ സുവിശേഷത്തിൽ പറയുന്നത്, പക്ഷവാതക്കാരനെ യേശു ഇരുന്ന വീടിൻ്റെ മേൽക്കൂര പൊളിച്ച് യേശുവിൻ്റെ മുമ്പിൽ ഇറക്കി എന്നത്രേ. യേശു അവൻ്റെ പക്ഷവാതം സൗഖ്യമാക്കുക മാത്രമായിരുന്നില്ല ചെയ്തത്, അവൻ്റെ പാപങ്ങൾ ക്ഷമിക്കുക കൂടി ചെയ്തു എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. രോഗസൗഖ്യവും പാപമോചനവും തമ്മിൽ ബന്ധപ്പെട്ടതാണ്, മറന്നു പോകരുത്. 3-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, എന്നാൽ ശാസ്ത്രിമാരിൽ ചിലർ ഇവൻ ദൈവദൂഷണം പറയുന്നു എന്ന് ഉള്ളം കൊണ്ട് പറഞ്ഞു. പക്ഷവാതക്കാരനായിരുന്ന മനുഷ്യനെ നടക്കുമാറാക്കുവാൻ യേശുവിന് കഴിയുകയില്ലായിരുന്നുവെന്നത്രേ ശാസ്ത്രിമാർ വിചാരിച്ചത്. യേശു അവരുടെ നിരൂപണവും ഹൃദയത്തിലെ കപടവും മനസ്സിലാക്കിക്കൊണ്ട് അവരോട് ചോദിച്ചു. 4-5 വാക്യങ്ങളിൽ, യേശുവോ അവരുടെ നിരൂപണം ഗ്രഹിച്ച്, നിങ്ങൾ ഹൃദയത്തിൽ ദോഷം നിരൂപിക്കുന്നത് എന്ത്? നിൻ്റെ പാപങ്ങൾ മോചിച്ച് തന്നിരിക്കുന്നു എന്ന് പറയുന്നതോ എഴുന്നേറ്റ് നടക്ക എന്ന് പറയുന്നതോ ഏതാകുന്നു എളുപ്പം എന്ന് ചോദിച്ചു. യേശുവിൻ്റെ ഈ ചോദ്യത്തിന് ഉത്തരം പറയുവാൻ അവർക്ക് കഴിയുമായിരുന്നില്ല. അഥവാ അവർ ഉത്തരം പറഞ്ഞിരുന്നുവെങ്കിൽ രണ്ടും ഒരുപോലെ വലിയ കാര്യങ്ങളായിരുന്നുവെന്നേ അവർക്ക് പറയുവാൻ കഴിയുമായിരുന്നുള്ളൂ. 6 മുതലുള്ള വാക്യങ്ങളിൽ നാം കാണുന്നത്, എങ്കിലും ഭൂമിയിൽ പാപങ്ങളെ മോചിപ്പാൻ മനുഷ്യപുത്രന് അധികാരമുണ്ട് എന്ന് നിങ്ങൾ അറിയേണ്ടതിന് അവൻ പക്ഷവാതക്കാരനോട്, എഴുന്നേറ്റ് കിടക്കയെടുത്ത് വീട്ടിൽ പോക എന്ന് പറഞ്ഞു. അവൻ എഴുന്നേറ്റ് വീട്ടിൽ പോയി. പുരുഷാരം അത് കണ്ട് ഭയപ്പെട്ടു. മനുഷ്യർക്ക് ഇങ്ങനെയുള്ള അധികാരം കൊടുത്ത ദൈവത്തെ മഹത്വപ്പെടുത്തി. യേശു പക്ഷവാതക്കാരനോട് എഴുന്നേറ്റ് നടക്ക എന്ന് പറഞ്ഞു. ശാസ്ത്രിമാർ അത് കണ്ടു. ഒരു പക്ഷപാതക്കാരനായ മനുഷ്യനെ നടക്കുമാറാക്കുവാൻ കഴിയുന്നവന് അവൻ്റെ പാപങ്ങളും മോചിപ്പാൻ കഴിയുമെന്ന് ഈ അത്ഭുതം അവർക്ക് കാണിച്ചു കൊടുത്തു. അത്ഭുതം പ്രവർത്തിക്കുന്നതിൻ്റെയും രോഗശാന്തിയുടെയും അടിസ്ഥാനം ഈ പറഞ്ഞതാണ്. അതെ, പാപമോചനം. നിങ്ങൾക്ക് പാപം മോചിക്കുവാൻ കഴിയുമോ? ഒരു മനുഷ്യനും മറ്റൊരു മനുഷ്യൻ്റെ പാപം മോചിക്കുവാൻ കഴിയുകയില്ല. അതിന് അധികാരവുമില്ല. അതാണ് യാഥാർത്ഥ്യം. അതിനുള്ള അധികാരം യേശുവിന് മാത്രമാണുള്ളത്. പാപം മോചിക്കുവാൻ നമുക്ക് സാധിക്കാത്തതിനാൽ ഒരു പക്ഷപാതക്കാരനെ നടക്കുമാറാക്കുവാനും നമുക്ക് സാധ്യമല്ല. എപ്പോഴും ഓർത്തിരിക്കേണ്ട ഒരു കാര്യം എന്തെന്നാൽ, സാത്താൻ മഹാചതിയനാണ്. ഇന്നും നടക്കുന്ന അത്ഭുത പ്രവൃത്തികളെ നാം ശരിക്കും പരിശോധിച്ചേ മതിയാകും. ദൈവത്തിൻ്റെ പ്രവർത്തനത്തിന് ഒരിക്കലും വിഘാതമായി ഒരിക്കലും നാം തീരരുത്. സകല മഹത്വവും ദൈവത്തിന് ലഭിക്കുന്നുവെന്ന് നാം ഉറപ്പാക്കേണ്ടതാണ്. ദൈവത്തിനുള്ള മഹത്വം പിടിച്ചെടുക്കുവാൻ നാം ശ്രമിക്കരുത്. 9-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, യേശു അവിടെ നിന്ന് പോകുമ്പോൾ മത്തായി എന്ന് പേരുള്ള ഒരു മനുഷ്യൻ ചുങ്കസ്ഥലത്ത് ഇരിക്കുന്നത് കണ്ടു. എന്നെ അനുഗമിക്കുക എന്ന് അവനോട് പറഞ്ഞു. അവൻ എഴുന്നേറ്റ് അവനെ അനുഗമിച്ചു. ഈ ഒരു ഒറ്റ വാക്യത്തിലൂടെ യേശു തന്നെ വിളിച്ച വിളിയെ വിശുദ്ധ മത്തായി താഴ്മയോടെ പറഞ്ഞു പോകുന്നു. യേശുവിൻ്റെ ബഹുമാനാർത്ഥം മത്തായി ഒരു വലിയ വിരുന്ന് കഴിച്ചതായി ലൂക്കോസ് എഴുതിയ സുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ 27, 28, 29 വരെയുള്ള വാക്യങ്ങളിൽ നാം കാണും. നാം ഇനിയും പഠിക്കുന്ന സംഭവം ഈ വിരുന്നിനോടനുബന്ധിച്ചുള്ളവയാണെന്ന് വ്യക്തമാക്കും. ചുങ്കക്കാരായ തൻ്റെ അനേകം കൂട്ടുകാരെ കൂടി മത്തായി വിരുന്നിന് ക്ഷണിച്ചിരുന്നു. അവരും കർത്താവിനെ അറിയണമെന്ന് മത്തായി ആഗ്രഹിച്ച് കാണുമല്ലോ. അത്ര മനോഹരമായ വാഞ്ച അവൻ്റെ മനസ്സിലുണ്ടായി. 10ഉം 11ഉം വാക്യങ്ങളിൽ നാം വായിക്കുന്നത്, അവൻ വീട്ടിൽ ഭക്ഷണത്തിൽ ഇരിക്കുമ്പോൾ വളരെ ചുങ്കക്കാരും പാപികളും വന്ന് യേശുവിനോടും അവൻ്റെ ശിഷ്യന്മാരോടും കൂടെ പന്തിയിലിരുന്നു. പരീശന്മാർ അത് കണ്ട് അവൻ്റെ ശിഷ്യന്മാരോട്, നിങ്ങളുടെ ഗുരു
ചുങ്കക്കാരോടും പാപികളോടും കൂടെ ഭക്ഷിക്കുന്നത് എന്ത് എന്ന് ചോദിച്ചു. ചുങ്കക്കാരോടും പാപികളോടും കൂടെ ഭക്ഷിക്കുന്ന കാര്യം പരീശന്മാർക്ക് ചിന്തിക്കാൻ പോലും കഴിഞ്ഞിരുന്നില്ല. ഇന്നും ഈ രീതിയിൽ ചിന്തിക്കുന്ന അനേകം വിശുദ്ധന്മാരുണ്ട്. രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ മറ്റുള്ളവരെ നോക്കുവാൻ തന്നെ ഈ കൂട്ടർക്ക് മടിയാണ്. പ്രിയ സുഹൃത്തെ, പാപികളെ വിരുന്നിന് വിളിക്കുന്നതിൽ തെറ്റില്ല. കാരണം അവരെയാണല്ലോ കർത്താവിന് വേണ്ടി നേടേണ്ടത്. കർത്താവിനെ സ്വീകരിച്ചിട്ടില്ലാത്തവരോട് നമുക്ക് സമ്പർക്കം ഉണ്ടായിരിക്കുന്നത് വളരെ നല്ലതാണ്. 12-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, യേശു അത് കേട്ടാറ്, ദീനക്കാർക്കല്ലാതെ സൗഖ്യമുള്ളവർക്ക് വൈദ്യനെ കൊണ്ട് ആവശ്യമില്ല. ശാസ്ത്രിമാരും പരീശന്മാരും യേശുവിനെ കുറ്റപ്പെടുത്തുകയാണ്. ക്രിസ്തുവാകുന്നു വലിയ വൈദ്യൻ. മനുഷ്യജാതിയെ അവരുടെ അടിസ്ഥാന പ്രശ്നമാകുന്ന പാപത്തിൽ നിന്നും സുഖപ്പെടുത്തുവാനാണ് ക്രിസ്തു വന്നത്. ക്രിസ്തീയ കൂട്ടായ്മകളിലും യോഗങ്ങളിലും പാർട്ടികളിലുമൊക്കെ നാം രക്ഷിക്കപ്പെടാത്തവരെ കൂടി ക്ഷണിക്കേണ്ടതാണ്. അസുഖമൊന്നുമില്ലാത്ത ആർക്കു വേണ്ടി നിങ്ങളൊരു ഡോക്ടറെ വിളിച്ചുകൊണ്ട് വരികയില്ലല്ലോ. എന്നാൽ ദൈവമക്കളല്ലാത്തവരെ കൂട്ടായ്മകളിലേക്കും മറ്റും ക്ഷണിക്കാത്തത് കൊണ്ട് നാം വലിയ തെറ്റാണ് ചെയ്യുന്നത്. അഥവാ ഒരു രക്ഷിക്കപ്പെടാത്ത വ്യക്തി വന്നാൽ നാം ഒറ്റപ്പെടുത്തുകയാണല്ലോ പതിവ്. 13-ാം വാക്യം നോക്കുമ്പോൾ കാണുന്നത്, യാഗത്തിലല്ല കരുണയിലത്രേ ഞാൻ പ്രസാദിക്കുന്നു എന്നുള്ളത് എന്ത് എന്ന് പോയി പഠിപ്പീൻ. ഞാൻ നീതിമാന്മാരെയല്ല പാപികളെ അത്രേ വിളിപ്പാൻ വന്നത് എന്ന് പറഞ്ഞു. ഹോശായുടെ പുസ്തകം 6-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യമാണ് വിശുദ്ധ മത്തായി ഇവിടെ ഉദ്ധരിക്കുന്നത്. ഞാൻ നീതിമാന്മാരെ അല്ല പാപികളെ അത്ര വിളിപ്പാൻ വന്നത് എന്ന് യേശു പറഞ്ഞപ്പോൾ അവിടുന്ന് പരീശന്മാരെയും അതിൽ ഉൾപ്പെടുത്തി കാണുമല്ലോ. കാരണം അവരും പാപികളായിരുന്നല്ലോ. വാസ്തവത്തിൽ നാം എല്ലാം ആ പട്ടികയിൽപ്പെടുന്നു. ഒരു വ്യത്യാസവുമില്ല. എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് നഷ്ടപ്പെടുത്തി. സകല മനുഷ്യർക്കും രക്ഷ ആവശ്യമത്രേ. യാഗത്തിലല്ല കരുണയിലത്രേ ദൈവം പ്രസാദിക്കുന്നത്. എത്ര മനോഹരമായിരിക്കുന്നില്ല യേശുവിൻ്റെ മനോഭാവം. നമ്മുടെ മനോഭാവം യേശുവിൻ്റെ മനോഭാവം പോലെ ആയിത്തീരേണ്ടതിനായി നമുക്ക് നമ്മെ തന്നെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. കൊടുങ്കാറ്റിനെ ശാന്തമാക്കിയും ഭൂതബാധിതരെ മോചിപ്പിച്ചും രോഗികളെ സൗഖ്യമാക്കിയും പാപങ്ങൾ ക്ഷമിച്ചു. താൻ പഠിപ്പിച്ച സത്യങ്ങൾ പ്രാവർത്തികമാക്കുവാനുള്ള അധികാരം തനിക്കുണ്ടെന്ന് ക്രിസ്തു തെളിയിക്കുന്നു. കർത്താവിൻ്റെ ഹൃദയവും മനസ്സും കൂടുതൽ ആഴത്തിൽ തിരിച്ചറിയുവാൻ ഈ പഠനങ്ങൾ നമ്മെ സഹായിക്കട്ടെ.